ഹലോ എവ്രി വൺ. 2.5 പതിറ്റാണ്ടോളം ഹെൽത്ത് കെയർ മേഖലയിൽ അനുഭവ സമ്പത്തും അതുപോലെ തന്നെ DM സ്കാൻ സെന്റർ മാഹി, കേരള സ്കാൻ സെന്റർ വടകര എന്നിവയുടെ ഫൗണ്ടറുമായിട്ടുള്ള ഡോക്ടർ ബേബി മനോജ് സാറാണ് നമ്മോടൊപ്പം ഉള്ളത്. വെൽക്കം സർ. ഡോക്ടറെ, ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസിന് പൊതുവെ മെയിൻ ആയിട്ട് ഉണ്ടാകുന്ന ഒരു സംശയമാണ് പ്രഗ്നൻസി ടൈമിൽ എത്ര തവണ സ്കാൻ ചെയ്യണം എന്നുള്ളത്. അതിനെ കുറിച്ചൊന്ന് പറയാമോ? സാധാരണ പ്രഗ്നൻസി ടൈമിൽ 5 സ്കാനാണ് നമ്മൾ നാട്ടിൽ കോമൺ ആയിട്ട് ചെയ്യുന്നത്. ആദ്യത്തേത് പ്രഗ്നൻസി ഉണ്ടെന്ന് അറിഞ്ഞ ഉടനെ അതായത് നമ്മൾ ഏർലി സ്കാൻ എന്ന് പറയും. അടുത്തായിട്ട് ഡേറ്റിംഗ് സ്കാൻ, ഇത് കുട്ടിയുടെ ഏജ് അറിയാൻ പറ്റുന്നതാണ്. മൂന്നാമതായിട്ട് വരുന്നത് NT സ്കാനാണ്. ഇത് കുട്ടിക്ക്, അതായത് കുട്ടി ജനിച്ചാലും വളരാൻ സാധ്യതയില്ലാതെ അല്ലെങ്കിൽ ചാവിളയായിട്ട് ജനിക്കാൻ സാധ്യതയുള്ള കുട്ടികൾ അവരൊക്കെ കണ്ടെത്തുന്ന സ്കാനിങ് ആണ്. ഇതിന്റെ കൂടെ തന്നെ ഗർഭിണിക്ക് പ്രസവ സമയത്ത് അടുക്കുന്ന സമയത്ത് BP കൂടാൻ സാധ്യതയുണ്ടോ എന്നറിയുന്ന ടെസ്റ്റും കൂടി വരുന്നുണ്ട്. അടുത്തതായിട്ട് വരുന്ന അനോമലി സ്കാനാണ്. അതായത് കുട്ടിയുടെ കണ്ണിന്റെ കൃഷ്ണമണി മുതൽ മലദ്വാരം വരെ കംപ്ലീറ്റ് എല്ലാ അവയവങ്ങളും അരിച്ചു പെറുക്കി എവിടെയെങ്കിലും എന്തെങ്കിലും അനോമലികൾ ഉണ്ടോ എന്നറിയുന്ന ഒരു ടെസ്റ്റാണ് അനോമലി സ്കാൻ. ഇത് കഴിഞ്ഞിട്ട് കുട്ടി ഗ്രോത്ത്, അതായത് വെയിറ്റ് ഗെയിൻ ചെയ്യാൻ തുടങ്ങുന്നത് 30 വീക്സ് കഴിയുമ്പോഴാണ്. ഈ സമയത്ത് ചെയ്യുന്ന സ്കാനാണ് ഗ്രോത്ത് സ്കാൻ. അതായത് കുട്ടി ആവശ്യത്തിന് വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടോ, കുട്ടിയുടെ എല്ലാ ഭാഗത്തേക്കും ആവശ്യത്തിന് രക്തപ്രവാഹം കിട്ടുന്നുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ ടെസ്റ്റ് ചെയ്യുന്നതാണ് ഗ്രോത്ത് സ്കാൻ. ഈ ഗ്രോത്ത് സ്കാൻ കുട്ടിക്ക് ആവശ്യമായ ഗ്രോത്ത് കിട്ടുന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ അമ്മയുടെ മറുപടിലേക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അനോമലി ഉണ്ടെങ്കിൽ വീണ്ടും 3 ആഴ്ചക്കോ 4 ആഴ്ചക്കോ റിപ്പീറ്റ് ചെയ്ത് വരാം. ഏറ്റവും കോമൺ ആയിട്ട് ചെയ്യുന്ന സ്കാനുകൾ ഇതൊക്കെയാണ്. ഡോക്ടർ, ഇപ്പൊ നേരത്തെ പലതരത്തിലുള്ള സ്കാനിങ് ഉണ്ട് എന്ന് പറഞ്ഞു. ഡോക്ടറെ, ശരിക്കും ഈ ഏർലി സ്കാൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏത് അവസരത്തിലാണ് ഇത് ചെയ്യേണ്ടത്? അതായത് ഒരു ലേഡി ഗർഭിണിയാണെന്ന് അറിഞ്ഞ ഉടനെ ചെയ്യുന്ന സ്കാനാണ് ഏർലി സ്കാൻ. അതായത് ഗർഭപാത്രത്തിനകത്താവാം, ഗർഭപാത്രത്തിന് പുറത്ത് ട്യൂബിലാവാം. അപ്പൊ ഈ സംഗതി ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്. ഗർഭപാത്രത്തിന് പുറത്താണ് ട്യൂബിലാണെന്നെങ്കിൽ അതിന്റെ രീതിയിൽ നീക്കം ചെയ്യേണ്ടതുണ്ട്. അതുപോലെ തന്നെ ഗർഭാശയത്തിന് ചിലപ്പോൾ എന്തെങ്കിലും ജന്മനായുള്ള വൈകല്യങ്ങൾ ഉണ്ടാവാം, ഫൈബ്രോയിഡ്സ് പോലത്തെ സാധനങ്ങൾ ഉണ്ടാവാം, ഇൻഫെക്ഷൻ ഉണ്ടാവാം, അണ്ടാശയത്തിൽ മുഴകൾ ഉണ്ടാവാം. ഇതൊക്കെ തിരിച്ചറിയുകയും എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യേണ്ട സ്കാനിങ് ആണ് ഏർലി സ്കാൻ. ഏർലി സ്കാനിന്റെ സമയത്ത് ഗർഭം ഉണ്ടെന്ന് അറിയുന്നു, അത് പ്രോപ്പർ പൊസിഷനിലാണെന്ന് അറിയുന്നു, അതുപോലെ തന്നെ ഗർഭാശയത്തിന് കുഞ്ഞു വളരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ടെന്ന് അറിയുന്നു. ഈ സ്കാനിങ് ആണ് നമ്മൾ ഏർലി സ്കാൻ എന്ന് പറയുന്നത്. ഡോക്ടർ നേരത്തെ പറഞ്ഞ കൂട്ടത്തില് ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയുകയുണ്ടായി. ശരിക്കും ഈ ഡേറ്റിംഗ് സ്കാൻ ഉള്ളത് തന്നെയാണോ? തീർച്ചയായിട്ടും. അത് പലരും വന്നിട്ട് ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയുമ്പോൾ ഈ ഡേറ്റിംഗ് എന്ന വാക്ക് കേൾക്കുമ്പോൾ ആളുകൾ ഒരു തമാശ പുഞ്ചിരിയോട് കൂടി ചോദിക്കുന്നു. ഡേറ്റിംഗ് സ്കാൻ എന്ന് പറയുന്നത് ഡേറ്റിംഗ് ആയിട്ട് ബന്ധമൊന്നുമില്ല. അതായത് നമ്മളൊരു സ്കാനിങ് 8 ആഴ്ച സമയത്ത് ചെയ്യുന്ന സ്കാനാണ് ഡേറ്റിംഗ് സ്കാൻ. അതായത് ഒരു കുഞ്ഞിന്റെ വളർച്ച ശരിക്കും അതിന്റെ എത്രയാണ്, അതിന്റെ ഏജ് എത്രയാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഡേറ്റിംഗ് സ്കാൻ ചെയ്യുന്നത്. ഒരു പക്ഷേ നമ്മള് ചെടികൾ മുളപ്പിക്കുകയാണെങ്കിൽ ഒരു 4-5 ദിവസം അല്ല 7 ദിവസം 8 ദിവസം പ്രായമുള്ളപ്പോൾ എല്ലാ ചെടികൾക്കും ഒരേ വലുപ്പമായിരിക്കും. അതേസമയം അത് വളർന്നു കഴിയും, ചിലത് വലിയ വർഷമായി വളരും, ചിലത് മുരടിച്ചു പോകും. അതേപോലെ നമ്മൾ സ്കൂളിൽ ചെന്നിട്ട് കുട്ടികളെ നോക്കിക്കഴിഞ്ഞാൽ 50 കുട്ടികളുണ്ടെങ്കിൽ, ഒരേ ഏജിൽ 50 കുട്ടികളുണ്ടെങ്കിൽ ഈ 50 പേരും 50 സൈസ് ആയിരിക്കും, ഒരിക്കലും ഒരേ സൈസ് ആയിരിക്കില്ല. അപ്പം ഈ ഗർഭാശയത്തിലുള്ള ഗർഭസ്ഥ ശിശുക്കളും ഇതുപോലെയാണ്. 50 കുട്ടികളുണ്ടെങ്കിൽ 50 പേരും 50 രീതിയിലേക്കും വളരുന്നത്. പക്ഷെ കുഞ്ഞിന്റെ യഥാർത്ഥ ഏജ് എത്രയാണ്? നമുക്കൊരു 38 ആഴ്ച വളർച്ചയെങ്കിലും കുട്ടിക്ക് ഉണ്ടാവണം. അങ്ങനെ വരുമ്പോൾ നമ്മൾ 8ാമത്തെ ആഴ്ച സ്കാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കൃത്യം 8 ആഴ്ച തന്നെ വളർച്ചയുണ്ട്. 8ാമത്തെ ആഴ്ച എല്ലാ കുട്ടികൾക്കും ഒരേ സൈസ് ആയിരിക്കും. 8ാമത്തെ ആഴ്ച നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ 8 ആഴ്ച തന്നെ വളർച്ചയുണ്ടെങ്കിൽ കുഞ്ഞിന്റെ നമ്മുടെ വളർച്ച റെഡിയാണ്. ഇപ്പൊ 6 ആഴ്ച ഉള്ളെങ്കിൽ യഥാർത്ഥത്തിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്താൽ 2 ആഴ്ച കുഞ്ഞിന്റെ വളർച്ച കുറവാണ്. 10 ആഴ്ച ഉണ്ടെങ്കിൽ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തേക്കാൾ 2 ആഴ്ച കുഞ്ഞിന്റെ വളർച്ച കൂടുതലാണ്. അപ്പൊ അതിനനുസരിച്ച് പ്രസവത്തിന്റെ സമയം നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും. ഇത് ആവശ്യത്തിനാണ് നമ്മൾ ഡേറ്റിംഗ് സ്കാൻ യൂസ് ചെയ്യുന്നത്. ഡോക്ടറെ, ഈ NT സ്കാൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? എന്തിനാണ് ഇത് ചെയ്യുന്നത്? എപ്പോഴാണ് ഇത് ചെയ്യുന്നത്? ഒരു ഗർഭിണിയുടെ ഗർഭകാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട സ്കാനുകളിൽ ഒന്നാണ് NT സ്കാൻ. ഈ NT സ്കാനിന് 4 ഘടകങ്ങളുണ്ട്. ഒന്നാമതായിട്ട് ഗർഭാശയത്തിന്റെ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ടെങ്കിൽ, അതായത് മുൻപൊരിക്കൽ എന്തെങ്കിലും ഫൈബ്രോയിഡ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ഓവറിയൻ സിസ്റ്റ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാറ്റസ് അറിയാം. അത് അടുത്തതായിട്ട് വരുന്നത് കുഞ്ഞിന്റെ വളർച്ചയാണ്. കുഞ്ഞ് വേണ്ടത്ര രീതിയിൽ വളർന്നിട്ടുണ്ടോ, അതിന്റെ കൈകാലുകൾ രൂപപ്പെട്ടിട്ടുണ്ടോ, തലച്ചോറ് രൂപപ്പെട്ടിട്ടുണ്ടോ, അതില് എന്തെങ്കിലും രീതിയിലുള്ള ബേസിക് അനോമലീസ്. അതായത് ഈ ബേസിക് അനോമലീസ് എന്ന് പറയുമ്പോൾ ആ കുഞ്ഞ് പലപ്പോഴും ജീവനോടെ ജനിക്കാൻ സാധ്യതയില്ലാത്തതോ അല്ലെങ്കിൽ ജനിച്ചാലും അധികം കാലം ജീവിച്ചിരിക്കാത്തതായിരിക്കും. അങ്ങനത്തെ ബേസിക് അനോമലീസ് ഉണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുക.
അടുത്തതായിട്ട് വരുന്നത് അൺയൂപ്ലോയിഡ് മാർക്കേഴ്സ് ആണ്. മേജർ അനോമലീസ് ഇല്ലെങ്കിലും ബുദ്ധിമാന്ദ്യമുള്ള കുട്ടികൾ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹൃദയ സംബന്ധമായ പ്രശ്നമുള്ള കുട്ടികൾ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗൗരവകരമായിട്ടുള്ള പ്രശ്നങ്ങളുള്ള കുട്ടികൾ ഉണ്ടെങ്കിൽ അതാണ് അൺയൂപ്ലോയിഡ് വെച്ചിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അതിന്റെ അടുത്തതായി വരുന്നത് മറ്റേണൽ യൂട്രൈൻ ആർട്ടറിയുടെ ചെക്കിംഗ് ആണ്. ഇത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വെച്ചാൽ ഗർഭം പ്രസവം എടുക്കുന്ന സമയത്ത് ഗർഭിണിക്ക് പ്രഗ്നൻസി ഇൻഡ്യൂസ്ഡ് ഹൈപ്പർ ടെൻഷൻ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടോ, അത് കാരണമുള്ള കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ എന്നുള്ളത് നമുക്ക് സ്ക്രീൻ ചെയ്തിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. അങ്ങനെ ഉണ്ടെങ്കിൽ അതിന് തുടക്കം മുതൽ, അതായത് ആ സമയം മുതൽ തന്നെ 3-ാമത്തെ മാസം മുതൽ തന്നെ അതിനുള്ള ആന്റിഡോട്ട് മരുന്നുകൾ കഴിച്ചിട്ട് BP വരാതിരിക്കാനുള്ള മുൻകരുതൽ എടുക്കാനുള്ള ഇതുകൂടിയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സ്കാനിങ് ആണ് NT സ്കാൻ. ആദ്യം ഇത് NB സ്കാൻ ആയിരുന്നു. ഇപ്പൊ അതിന് NTക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ് എന്ന രീതിയിൽ NT സ്കാൻ ആയിട്ടാണ് പറയപ്പെടുന്നത്. ഡോക്ടറെ, പലരും പറയുന്ന കേട്ടിട്ടുണ്ട് ഈ പ്രഗ്നൻസി ടൈമിൽ ഏറ്റവും ഇമ്പോർട്ടന്റും അതുപോലെ തന്നെ കുറെ ടൈം എടുത്ത് ചെയ്യേണ്ട ഒരു സ്കാനിങ് ആണ് അനോമലി സ്കാൻ എന്ന് പറയുന്നത്. ഇത് ശരിക്കും ആക്ച്വലി എന്താണ്, പല വിധത്തിലുണ്ടോ, ഇത് എപ്പോഴാണ് ചെയ്യുക? അതായത് അനോമലി സ്കാൻ ഒരു പക്ഷേ ഗർഭിണിയുടെ സ്കാനുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. കുഞ്ഞിന്റെ കൃഷ്ണമണി മുതൽ വലദ്വാരം വരെ കംപ്ലീറ്റ്, അതായത് തലച്ചോറിന് കേടുണ്ടോ, തലച്ചോറുമായി നട്ടെല്ലിന് കേടുണ്ടോ, നട്ടെല്ലിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഹെർണിയേഷൻ പോലുള്ള ഭാഗങ്ങൾ വരുന്നുണ്ടോ, രണ്ട് കൃഷ്ണമണികളും ഉണ്ടോ, മുച്ചൊറിയുണ്ടോ, അതുപോലെ തൈറോയിഡിന് പ്രശ്നങ്ങളുണ്ടോ, ലങ്സിൽ പ്രശ്നങ്ങളുണ്ടോ, ഹൃദയത്തിന് പ്രശ്നങ്ങളുണ്ടോ, ആമാശയം രൂപപ്പെട്ടിട്ടുണ്ടോ, കിഡ്നികൾ രണ്ടും ഉണ്ടോ, അതിനെന്തെങ്കിലും കുഴപ്പമുണ്ടോ, അന്നനാളത്തിനോ അല്ലെങ്കിൽ ചെറുകുടലിനോ വൻകുടലിനോ എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കൈകാലുകൾ രൂപപ്പെട്ടിട്ടുണ്ടോ, കൈകാലുകൾ വിരലുകൾ ഇല്ലാത്തതാണോ, അല്ലെങ്കിൽ ഒരു കയ്യോ കാലോ ഇല്ലാത്തതാണോ, തുടങ്ങി ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ട വളരെ ദീർഘമേറിയ സ്കാനിങ് ആണ്. ഇത് പലപ്പോഴും നമ്മൾ 2-3 തരത്തിൽ ചെയ്യും. അതായത് ബേസിക് അനോമലി സ്കാൻ. കുഞ്ഞിന് ജനിച്ചിട്ടും കാര്യമില്ലാത്ത കുഞ്ഞാണോ, അതെന്ന് വെച്ചാൽ ഇപ്പൊ കുഞ്ഞിന് ചിലപ്പോൾ എന്തുണ്ടാവാം, കാലിന് ചട്ടുകാലുണ്ടാവാം. അത് കുഞ്ഞിന് ജനിച്ചു കഴിഞ്ഞതിന് ശേഷം ഓപ്പറേഷൻ ചെയ്ത് ശരിയാക്കേണ്ടതാണ്. അപ്പൊ നമുക്കൊരു ബേസിക് സ്കാൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ ചട്ടുകാലിനെ പറ്റി നമ്മൾ അതിന്റെ റിപ്പോർട്ടിൽ ഉണ്ടാവില്ല. അതേസമയം അത് കുഞ്ഞ് ജനിക്കുന്നതിന് മുൻപ് ഈ ഒരു സംഗതി ഉണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചുള്ള ഒരു പ്രിക്കോഷൻ, മെന്റൽ പ്രിപ്പറേഷനൊക്കെ അത് പേരൻസിന് എടുക്കാൻ പറ്റും. സോ അഡ്വാൻസ്ഡ് സ്കാൻ ചെയ്ത് കഴിയുമ്പോൾ ഈ ചട്ടുകാല് പോലത്തെ കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. 3D 4D പോലുള്ള സ്കാനുകളിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് കുഞ്ഞിന്റെ ചെവി പ്രോപ്പർ പൊസിഷനിലാണോ, മുച്ചെറി ഉണ്ടോ, എന്തെങ്കിലും തലയിൽ എന്തെങ്കിലും അനോമലീസ് ഉണ്ടോ, അതുപോലെ തന്നെ കുഞ്ഞിന്റെ സെറിബെല്ലത്തിന് അതിന്റെ വെർട്ടിക്കൽ പ്ലെയിനിലുള്ള ഭാഗങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ, അതുപോലെ തന്നെ തലച്ചോറുള്ള രക്തപ്രവാഹത്തിന്റെ കാര്യങ്ങൾ കണ്ടുപിടിക്കണമെങ്കിൽ ഒക്കെ 3D സ്കാനുകളിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പൊ ഇത് ബേസിക് സ്കാൻ ആകുമ്പോൾ നമ്മൾ മിനിമൽ കാര്യങ്ങളാണ് നോക്കുന്നത്. ഡീറ്റെയിൽ സ്കാൻ ആകുമ്പോൾ വീണ്ടും നമ്മൾ ഒരുപാട് കാര്യങ്ങൾ നോക്കുന്നു. വീണ്ടും 3D 4D 5Dയിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ ഫൈനൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ഏറ്റവും മിനിമൽ ഒരു ബേസിക് സ്കാൻ എന്തായാലും നിർബന്ധമാണ്. കാരണം കുഞ്ഞ് ജനിച്ചിട്ട് കാര്യമില്ലാത്ത ഒരു കുഞ്ഞിനെ നമ്മൾ അവിടുന്ന് പ്രൊസീഡ് ചെയ്തിട്ട് കാര്യമില്ല. അതേസമയം നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ പ്രസവിച്ച ഉടനെ തന്നെ ചികിത്സ എന്താണ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ തന്നെ കുഞ്ഞ് ജനിക്കുന്ന സമയത്ത് മുൻപേ നമുക്ക് ഇങ്ങനെയൊക്കെ പ്രശ്നങ്ങളുള്ള കുഞ്ഞാണ്, നമുക്ക് ഈ കുഞ്ഞിനെ ഇത്ര രീതിയിലുള്ള എക്സ്പെൻസീവ് ആയിട്ടുള്ള ചികിത്സ വേണ്ടി വരും, അങ്ങനത്തെ ഒരു എക്സ്പെൻസീവ് ആയിട്ടുള്ള ചികിത്സ നമുക്ക് കൊടുക്കാൻ പറ്റുമോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡീറ്റെയിൽ ആയുള്ള സ്കാനുകളിൽ കണ്ടുപിടിക്കാൻ പറ്റും. ഡോക്ടർ, ഈ ഗ്രോത്ത് സ്കാൻ എന്താണ്, എപ്പോഴാണ് ഇത് ചെയ്യേണ്ടത്? ഗ്രോത്ത് സ്കാൻ എന്ന് പറഞ്ഞാൽ കുഞ്ഞ് വെയിറ്റ് ഗെയിൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്ന സ്കാനിങ് ആണ്. അതായത് കുഞ്ഞിന്റെ ആദ്യ ഘട്ടങ്ങളിൽ കുഞ്ഞിന്റെ ഷേപ്പ് ഫോം ചെയ്യുകയാണ് ചെയ്യുന്നത്. ആ സമയത്ത് കുഞ്ഞിന്റെ ഭാരം കാര്യമായി വർദ്ധിക്കുന്നില്ല. ഒരു 30 വീക്സ് മുതൽ അങ്ങോട്ടാണ് കുഞ്ഞിന്റെ ഭാരം കാര്യമായി വർദ്ധിക്കുന്നത്. ഈ അവസരങ്ങളിൽ ചെയ്യുന്ന സ്കാനാണ്. കുഞ്ഞിന്റെ വേണ്ട രീതിയിൽ വെയിറ്റ് ഗെയിൻ ചെയ്യുന്നുണ്ടോ, കുഞ്ഞിന്റെ അമ്മയിൽ നിന്ന് കുഞ്ഞിന് വേണ്ടത്ര പോഷകങ്ങൾ കിട്ടുന്നുണ്ടോ, പ്ലാസന്റയുടെ തകരാറ് കൊണ്ട് അമ്മ നന്നായി ഭക്ഷണം കഴിക്കുന്നുണ്ടെങ്കിലും കുഞ്ഞിലേക്ക് പോഷകങ്ങൾ എത്താതിരിക്കുന്നുണ്ടോ, അമ്മയ്ക്ക് ഡയബറ്റീസ് ഉള്ളതുകൊണ്ട് കുഞ്ഞിലേക്ക് ഓവറായി ഫുഡ് വരുന്നുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം, അതുപോലെ തന്നെ എന്തെങ്കിലും ജനറ്റിക് വ്യതിയാനങ്ങൾ ഉള്ളത് കൊണ്ട് കുഞ്ഞ് വളർച്ചയ്ക്ക് കൂടുതൽ വളരുകയോ കുറഞ്ഞ രീതിയിൽ വളരുകയോ ചെയ്യുന്നുണ്ടോ, തുടങ്ങിയ കാര്യങ്ങളെല്ലാം അറിയാനുള്ള സ്കാനിങ് ആണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്രോത്ത് സ്കാൻ ആയിട്ട് പറയുന്നത്. ഡോക്ടറെ, മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പം അടുത്തിടെ കേൾക്കുന്ന ഒരു പേരാണ് 3D 4D 5D സ്കാനുകൾ. ഇവ എന്താണ് ആക്ച്വലി, ഇവരുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്? നമ്മൾ സാധാരണ സ്കാനിങ്ങൾ എന്ന് പറഞ്ഞാൽ 2D സ്കാനിങ് ആണ്. 2 XY 2 പ്ലെയിൻ, അതായത് ഒരു പിക്ചർ പോലെ ഇത് വരുന്നു. അതേസമയം നമ്മൾ 3D സ്കാൻ എന്ന് പറഞ്ഞാൽ ഒരു കുട്ടിയെ പിന്നെ XY പ്ലെയിൻ അല്ലാതെ ഒരു പ്രതിമ പോലെ കാണുന്നതാണ്. ആ നമ്മൾ പ്രതിമ പോലെ കുഞ്ഞിനെ ആക്കിയതിനു ശേഷം
അതിന്റെ പല പ്ലെയിനുകളായിട്ട്. അതിപ്പോ നമ്മള് കുഞ്ഞ് കിടക്കുന്നതാണ്, കുഞ്ഞ് ചരിഞ്ഞേ കിടക്കുന്നുള്ളൂ, വളരെ നേരമായിട്ട് തിരിച്ചു മറിച്ച് നോക്കിയിട്ട് കുഞ്ഞ് ചരിഞ്ഞേ കിടക്കുന്നുള്ളൂ, പക്ഷെ കുഞ്ഞിന്റെ മറുവശം കാണണം. ഇങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, 3D സ്കാൻ എടുത്തതിന് ശേഷം ആ 3D സ്കാനിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ പ്ലെയിൻ കട്ട് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള പ്ലെയിനിൽ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം കുഞ്ഞിന് ചുണ്ട്, നമ്മൾ കുഞ്ഞിന്റെ ചുണ്ട് കുറെ നേരമായിട്ട് നോക്കിയിട്ട് കാണുന്നില്ല, അപ്പൊ കുഞ്ഞിന് മുച്ചെറിയുണ്ടോ എന്ന് അറിയണം. 3D സ്കാൻ എടുത്ത് നോക്കിയാൽ സിമ്പിൾ ആയിട്ട് കാണാൻ പറ്റും. അതേപോലെ നമ്മളെ കുഞ്ഞിന്റെ തലച്ചോറിന്റെ പല ഭാഗങ്ങളും നമ്മൾ നോക്കി 2D സ്കാനിൽ കണ്ടെത്താൻ ബുദ്ധിമുട്ടാണ്. 3D ആണ്, സിമ്പിൾ ആയിട്ട് എടുത്ത് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. അതുപോലെ തന്നെ നട്ടലിന്റെ ഭാഗങ്ങൾ, നട്ടലിൽ എന്തെങ്കിലും കശേരുക്കളുടെ കുറവുണ്ടോ, നട്ടലിന്റെ ഭാഗത്ത് എന്തെങ്കിലും സുഷുമ്നാ നാഡിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, അതിന്റെ അടുത്തുള്ള ഭാഗങ്ങളിൽ എന്തെങ്കിലും കുമളകൾ പോലെ തള്ളി നിൽക്കുന്നുണ്ടോ, ഹെർണിയേഷൻ ഉണ്ടോ, അതൊക്കെ നമുക്ക് സിമ്പിൾ ആയിട്ട് 3D സ്കാനുകളിൽ കണ്ടെത്താൻ സാധിക്കും. ഹാർട്ടിന്റെ കാര്യങ്ങൾ, ഹാർട്ട് കുഞ്ഞ് അനങ്ങിക്കൊണ്ടിരിക്കും, അമ്മ അനങ്ങിക്കൊണ്ടിരിക്കും, നമ്മൾ പ്രോബ് മൂവ് ചെയ്തുകൊണ്ടിരിക്കും. ഒരുപാട് നേരം എടുത്തു കഴിഞ്ഞാലും പലപ്പോഴും ചില ഹാർട്ടിന്റെ ഭാഗങ്ങൾ കണ്ടെത്താൻ പറ്റില്ല. ഹാർട്ട് ഒന്നായിട്ട് നമ്മൾ 3D ആയിട്ട് അക്വയർ ചെയ്യുന്നു, തിരിച്ചു മറിച്ച് നോക്കി കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് നമുക്ക് കാണാതെ പോയ ഭാഗങ്ങൾ പലപ്പോഴും ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ കാലിന്റെ ഭാഗങ്ങൾ, വിരലുകൾ, ഇതെല്ലാം നമുക്ക് കുഞ്ഞിന്റെ വിരലായിട്ട് തന്നെ നമുക്ക് 3D അക്വയർ ചെയ്തിട്ട് ശരിക്കും റിയൽ ടൈം പിക്ചർ ആയിട്ട് എടുക്കാൻ പറ്റും. കുഞ്ഞിന്റെ മുഖം പലപ്പോഴും കാണുന്നത് അമ്മയ്ക്കും അച്ഛനും ഒക്കെ ഭയങ്കര ഒരു എന്താ പറയാ, കുഞ്ഞുമായിട്ടുള്ള ബോണ്ടിങ് കൂട്ടാനും അതിനോടുള്ള കെയർ കൂടാനൊക്കെ ആയിട്ട് ഭയങ്കര ഹെൽപ്പാണ്. അതുതന്നെ നമ്മൾ പലരും 3D സ്കാൻ ചെയ്തിട്ട് കുഞ്ഞിന്റെ മുഖം DPI വെക്കുന്നവരും അയച്ചു കൊടുക്കുന്നവരും മുത്തച്ഛന്മാർക്ക് അയച്ചു കൊടുക്കുന്നവരൊക്കെ വളരെ കോമൺ ആണ്. കുഞ്ഞിന്റെ ഒരു ഇമോഷണൽ ലെവലിൽ ഉണ്ട്. രണ്ടാമതായിട്ട് ഇത് അനോമലികൾ, ഡീറ്റെയിൽ അനോമലികളായിട്ട് കണ്ടുപിടിക്കാനുള്ള സാധ്യതകളുണ്ട്. അതുപോലെ തന്നെ അതാണ് 3D. 4D എന്ന് പറയുമ്പോൾ കുഞ്ഞിനെ നമുക്ക് ലൈവായിട്ട് കാണാം. കുഞ്ഞ് ഗർഭപാത്രത്തിൽ കിടക്കുന്നതും അനങ്ങുന്നതും തിരിയുന്നതും മറിയുന്നതും എല്ലാം നമുക്ക് ലൈവായി കാണുന്ന ഒരു സ്ട്രക്ചറാണ് 4D എന്ന് പറയുന്നത്. 5D എന്ന് പറയുന്നത് കുഞ്ഞിന്റെ ശരീരത്തിൽ എവിടെയെങ്കിലും നമുക്ക് രക്തപ്രവാഹത്തിൽ കുറവുണ്ട്, തലച്ചോറിനുള്ള ഒരു ഭാഗത്ത് രക്തക്കുഴൽ കാണുന്നില്ല, അല്ലെങ്കിൽ കുഞ്ഞിന്റെ ഒരു ഭാഗത്ത് ഒരു വളർച്ചക്കുള്ള സംശയമുണ്ട്, നമ്മൾ എന്ത് ചെയ്യുന്നു, കുഞ്ഞിന്റെ കൂടുതൽ ഡോപ്ലർ കൂടി ആഡ് ചെയ്യുന്നു. ഡോപ്ലർ കൂടി ആഡ് ചെയ്യുന്ന സമയത്ത് തലച്ചോറിന് കൃത്യമായ രക്തക്കുഴൽ പാസ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ബ്രേക്ക് ഇല്ല, അല്ലെങ്കിൽ കോർപ്പസ് കലോസം ഫോം ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും. 4D, 3D, 4D, 5D സ്കാനിങ്. അപ്പൊ ശരിക്കും നമ്മൾ പ്രാക്ടിക്കൽ ഒരു 3D, 4D സ്കാനിങ് ചെയ്ത് കൊടുക്കും. ഒരു ബേസിക് സ്കാൻ ആകുമ്പോൾ 2D ആയിട്ട് ചെയ്യും. കുറച്ചുകൂടി ഡീറ്റെയിൽഡ് ആയിട്ട് പോകുമ്പോൾ 3D ആയിട്ട് ചെയ്യും. ഫർദർ ഡീറ്റെയിൽസിലേക്ക് പോകുന്ന സമയത്ത് നമ്മളത് 4D ആയിട്ട് ചെയ്യും. 5D എന്ന് പറയുന്ന സമയത്ത് ശരിക്കും കുഞ്ഞിന്റെ ഓരോ വിരലുകളും വരെ നമ്മൾ നോക്കിയിട്ട് 3 വിരലിന് 3 കഷങ്ങളുണ്ട്, ഈ തള്ളവിരലിന് 2 കഷങ്ങളുണ്ട്, കൃഷ്ണമണി ഉണ്ട്, അതുപോലെ തന്നെ കുഞ്ഞിന്റെ അന്നനാളം, അങ്ങനെ ആമാശയം, അങ്ങനെ ഏറ്റവും ഫൈനൽ ഡീറ്റെയിൽസ് വരെ നോക്കിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് റിപ്പോർട്ട് കൊടുക്കുന്ന ഒരു സംവിധാനം. അപ്പം 2D സ്കാൻ ആകുമ്പോൾ ഒരു ബേസിക് റിപ്പോർട്ട് വരും. അവിടുന്ന് ടിഫി ആകുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ആവും, 3D ആകുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ആവും, 4D ആകുമ്പോൾ ഒന്നുകൂടി ബെറ്റർ ആവും. 5D എന്നൊക്കെ പറയുമ്പോൾ കുഞ്ഞിന് ഏതാണ്ട് ഒരു മണിക്കൂറോളം എടുത്തിട്ട് ഹെഡ് ടു ഫുട്ട് പഠിച്ചിട്ട് റിപ്പോർട്ട് കൊടുക്കുന്നത്. അതായത് ഒരു ഫുൾ പ്രൂഫ് ആയിട്ട് ഈ കുഞ്ഞ് 100% ഓക്കെ എന്ന് പറയുന്ന ഒരു സ്കാനിങ് എപ്പോഴും ഒരു 5D സ്കാനിന്റെ ഭാഗമാണ്. ഈ പ്രഗ്നന്റ് ആയിട്ടുള്ള ലേഡീസ് മലർന്നു കിടക്കാൻ പാടില്ല എന്ന് കേട്ടിട്ടുണ്ട്. ശരിക്കും അതിന്റെ പിന്നിലുള്ളൊരു ഇതെന്താണ്? അതായത് ഗർഭിണികൾ തീരെ ചെറിയ ഏർലി സ്റ്റേജിൽ മലർന്നു കിടക്കുന്നതുകൊണ്ട് ഒരു പക്ഷേ വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ഗർഭം വലുതായി കഴിയുമ്പോൾ ഗർഭത്തിന് നല്ല ഭാരം ഉണ്ടാവും. ഗർഭശിശു, അതിന്റെ ചുറ്റുമുള്ള ഫ്ലൂയിഡ്, വലുതായ ഗർഭപാത്രം എല്ലാം കൂടി ചേരുമ്പോൾ വയറിനകത്ത് അത്യാവശ്യം ഭാരമുള്ളൊരു വസ്തു രൂപപ്പെടും. ഈ വസ്തു നമ്മുടെ മഹാധമനി അല്ലെങ്കിൽ അയോട്ട, അതുപോലെ തന്നെ ഏറ്റവും വലിയ രക്തക്കുഴൽ, ഇൻഫീരിയർ വീനക്കാവാം, ഇതിന്റെ രണ്ടിന്റെ മുകളിലേക്ക് അമർന്നു കഴിയുമ്പോൾ രക്തപ്രവാഹത്തിന് തടസ്സം നേരിടും. അപ്പം പുറത്തേക്ക് വരുന്ന അയോട്ടയുടെ മുകളിൽ വരുമ്പോൾ ചുവന്ന രക്തക്കുഴലോട് കൂടി വരുന്ന ബ്ലഡ് ഫ്ലോ പറയും, നീല രക്തക്കുഴൽ വരുമ്പോൾ ബോഡിയുടെ പല ഭാഗത്തുനിന്ന് ഹാർട്ടിലേക്ക് മടങ്ങി വന്നിട്ട് വീണ്ടും പമ്പ് ചെയ്യപ്പെടേണ്ട രക്തം വരുന്നതിന് ബ്ലോക്ക് വരും. അങ്ങനെ വരുന്ന സമയത്ത് കുഞ്ഞിന് കിട്ടേണ്ട ഒരു ബ്ലഡ് സപ്ലൈ കുറയും. ഇതുകൊണ്ടാണ് നമ്മൾ ഗർഭിണികൾ മലന്ന് കിടക്കരുത്, കൂടുതൽ നേരം മലന്ന് കിടക്കരുതെന്ന് പറയുന്നത്. ഇടത്തോ വലത്തോ ചരിഞ്ഞ് കിടക്കുന്നതാണ് അഭികാമ്യം. പക്ഷെ പലപ്പോഴും ഏതെങ്കിലും ഒരു വശം മാത്രം ചരിഞ്ഞ് കിടന്നാൽ അതിനും ചെറിയൊരു ദോഷമുണ്ട്. അത് കിഡ്നിയിൽ നിന്ന് മൂത്രസഞ്ചിയിലേക്ക് വരുന്ന ഒരു ട്യൂബുണ്ട്. ആ ട്യൂബിന്റെ മുകളിലേക്ക് ഒരു സൈഡിൽ തന്നെ സ്ഥിരമായി ചരിഞ്ഞ് കിടക്കുകയാണെങ്കിൽ ആ ഭാഗത്ത് ചെറിയൊരു ബ്ലോക്ക് വന്നിട്ട് അതിനൊരു നേർക്കിട്ട് വരാൻ സാധ്യതയുണ്ട്. കഴിയുന്നതും 2 സൈഡും അപ്പുറവും മാറി മാറി കിടക്കുന്നതാണ്. അതുപോലെ തന്നെ നമ്മുടെ വീടുകളിലൊക്കെ അമ്മമാരും മുത്തശ്ശിമാരും പറയുന്ന ഒരു കാര്യമുണ്ട്, പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അതിരാവിലുള്ള വെയില് അല്ലെങ്കിൽ ഈവനിങ് ടൈമിലുള്ള വെയില് കൊള്ളണം എന്നുള്ളത്. അതിന്റെ പിന്നിലുള്ള ഫാക്ട് എന്താ ശരിക്കും? അതായത് രാവിലെയുള്ള വെയില് അല്ലെങ്കിൽ വൈകിട്ടുള്ള വെയില് നമ്മൾ കൊള്ളുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മുടെ ശരീരത്തിൽ വെയിൽ കൊള്ളുമ്പോൾ ശരീരത്തിൽ വിറ്റാമിൻ ഡി ഉത്പാദിപ്പിക്കപ്പെടും. കുഞ്ഞിന്റെ എല്ലുകൾക്കും പല്ലുകൾക്കും ഒക്കെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്
ഈ വിറ്റാമിൻ ഡി നിർബന്ധമാണ്. ഈ വിറ്റാമിൻ ഡിയുടെ ആവശ്യകത ഗർഭകാലത്ത് കൂടുതലാണ്. പക്ഷെ ഇപ്പോഴത്തെ കാലത്ത് വിറ്റാമിൻ ഡി ഗുളികകളായിട്ട് അവൈലബിൾ ആണ്. അപ്പോ ഗുളികളെ വീടുകളാൻ പറ്റത്തില്ല, വിറ്റാമിൻ ഡി കഴിച്ചാലും മതി. പക്ഷേ ഈ ഗുളികളൊക്കെ അവൈലബിൾ ആണെങ്കിലും നമ്മൾ സായിപ്പന്മാരൊക്കെ ഇപ്പോൾ സൺബാത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ വെയിൽ കൊള്ളുന്നത് എന്തായാലും ഒഴിവാക്കണം. വിറ്റാമിൻ ഡി ഉണ്ട് എന്ന് കരുതിയിട്ട് വെയിൽ കൊള്ളുന്നത് എന്തായാലും ഒഴിവാക്കണ്ടെന്ന് തോന്നുന്നു. ഡോക്ടറെ, ഈ 3D സ്കാൻ ശരിക്കും ഗർഭിണികൾക്ക് മാത്രം ചെയ്യേണ്ട ഒന്നാണ്? അല്ല, 3D സ്കാൻ എന്നൊരു ടെക്നോളജിയാണ്. ആ 3D സ്കാനുകൾ നമുക്ക് പിന്നെ ഗർഭിണികളിലാണ് ഏറ്റവും കോമൺ ആയി യൂസ് ചെയ്ത് വരുന്നത്. പക്ഷേ ഇൻഫെർട്ടിലിറ്റിയുടെ ഭാഗമായിട്ട് യൂട്രസിലേക്ക് രക്തോട്ടമുണ്ടോ, എൻഡോമെട്രിയത്തിലേക്ക് രക്തോട്ടമുണ്ടോ, ഫോളിക്കിളുകളിൽ ഓവറികളിൽ രക്തോട്ടമുണ്ടോ, ഫോളിക്കിൾ പ്രോപ്പറായി ഫോം ചെയ്യുന്നുണ്ടോ, അത് ഫോളിക്കിൾ എത്ര എണ്ണം ഉണ്ടാവുന്നുണ്ട്, ഒരു ഓവുലേഷൻ സൈക്കിളിനകത്ത് ഇപ്പൊ എത്ര ഓവംസ് സ്റ്റിമുലേറ്റഡ് ആവുന്നുണ്ട്, അതിൽ എത്ര എണ്ണം ഡെവലപ്പ് ആവുന്നുണ്ട് തുടങ്ങിയ കാര്യങ്ങളുടെ ഡീറ്റെയിൽ സ്റ്റഡിക്കും. അതുപോലെ തന്നെ ഈ ഓവം ഓവുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻഡോമെട്രിയത്തിൽ വന്നിട്ട് പ്രോപ്പറായി പിടിക്കുമോ എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ടും എൻഡോമെട്രിയത്തിന്റെ വാസ്കുലർ സ്റ്റഡിയും അതുപോലെ എൻഡോ മയോമെട്രിയത്തിലുള്ള മറ്റ് അസുഖങ്ങൾ ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3D സ്കാൻ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. അതുപോലെ തന്നെ ജന്മന ഗർഭാശയത്തിന് ചിലപ്പോൾ രണ്ടായി പിരിഞ്ഞ ഗർഭാശയം ഉണ്ടാവും. ചിലപ്പോൾ ഒരു സൈഡിലുള്ള ഗർഭാശയം ഡെവലപ്പ് ചെയ്യുന്ന പാതി ഗർഭാശയം ഉണ്ടാവുള്ളൂ. അതുപോലെ ഗർഭാശയത്തിനകത്തേക്ക് ഫൈബ്രോയിഡുകൾ തള്ളി നിൽക്കുന്നുണ്ടാവും. അപ്പൊ നമ്മളൊരു ഓപ്പറേഷൻ ചെയ്യാനാണെന്നുണ്ടെങ്കിൽ ഗർഭാശയത്തിന് ഏതൊക്കെ ഭാഗത്താണ് ഗർഭ മുഴകൾ ഉള്ളതെന്ന് നമുക്ക് 3D ആയിട്ടൊരു ഇമേജ് കൊടുത്തു കഴിഞ്ഞാൽ സർജനെ സംബന്ധിച്ചിടത്തോളം അത് ഓപ്പറേറ്റ് ചെയ്തെടുക്കാൻ എളുപ്പമാണ്. അതുപോലെ കോപ്പർട്ടി നമ്മൾ ഇട്ടിട്ട് കോപ്പർട്ടി നീങ്ങി പോവാണ്. അപ്പൊ കോപ്പർട്ടിയുടെ യഥാർത്ഥ പൊസിഷൻ എങ്ങനെയാണ്? അപ്പൊ ശരിക്കൊരു ഗർഭപാത്രത്തിനുള്ളിൽ ഒരു കോപ്പർട്ടിയുടെ പൊസിഷൻ അങ്ങനെ തന്നെ നമുക്ക് കിട്ടുകയാണെങ്കിൽ നമ്മുടെ ഒരു ഗൈനക്കോളജിനെ സംബന്ധിച്ചിടത്തോളം ആ കോപ്പർട്ടി റിട്രീവ് ചെയ്യാൻ ഈസിയാണ്. അതുപോലെ അണ്ടാശയത്തിനുള്ളിലുള്ള മുഴകളിൽ എന്തൊക്കെ തരം പ്രശ്നമാണ്, അത് വാലിഗന്റ് ആവാൻ സാധ്യതയുണ്ടോ, വാലിഗൻസിന്റെ സാധ്യത എത്രത്തോളം ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3D സ്കാനിൽ ഈസി ആയിട്ട് കണ്ടെത്താൻ സാധിക്കും. ഹാർട്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും അതുപോലെ തന്നെ 3D സ്കാൻ ഉപയോഗിച്ചിട്ട് കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ കിഡ്നികളിലൊക്കെ ഉള്ള കല്ലുകളുടെ പൊസിഷൻസ് എത്രത്തോളം നിർവീക്കുണ്ട്, മൂത്രസഞ്ചിയിലുള്ള തടിപ്പുകൾ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ, എവിടെയൊക്കെ ഫ്ലൂയിഡും സോളിഡും അതിനുള്ളിൽ തള്ളി ഫ്ലോട്ട് ചെയ്ത് നിൽക്കുന്ന സോളിഡും ഉണ്ടോ അവിടെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 3D സ്കാൻ യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ രക്തവട്ടത്തിന്റെ പിക്ചർ നമുക്ക് ഒരു വളരെ ഫൈനൈറ്റ് ഡീറ്റെയിൽസിലേക്ക് പോയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്ക് 3D സ്കാൻ വളരെ ഉപകാരപ്രദമാണ്. ഡോക്ടർക്ക് ഇപ്പം ഒരു 25 വർഷത്തോളം എക്സ്പീരിയൻസ് ഉണ്ട് ഈ ഒരു മേഖലയിൽ. അപ്പം പണ്ടത്തെ ഒരു സിറ്റുവേഷൻ വെച്ച് നോക്കുമ്പോൾ നമ്മുടെ ലിവിങ് സ്റ്റാൻഡേർഡ് മാറിയിട്ടുണ്ട്, ഫുഡ് കൾച്ചർ ഒക്കെ മാറിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് പ്രഗ്നന്റ് ലേഡീസിനെ ബാധിക്കുന്നത്? ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് തീർച്ചയായിട്ടും റിപ്രൊഡക്റ്റീവ് ഹെൽത്തിനെയും റിപ്രൊഡക്റ്റീവ് ഗ്രോത്തിനെയും എല്ലാം ബാധിച്ചിട്ടുണ്ട്. ഒരുപക്ഷെ പ്രഗ്നന്റ് ലേഡീസിനെ ബാധിക്കുന്നതിൽ കൂടുതൽ പ്രഗ്നന്റ് ആവാനുള്ള ബുദ്ധിമുട്ടുകളാണ് പണ്ടത്തെ അപേക്ഷിച്ചിട്ട് വളരെയധികമായി കൂടിയിട്ടുള്ളത്. പലരുടെയും സൈക്കിൾസ് ഇറഗുലർ ആണ്, PCOD വളരെ കൂടുതലായിട്ട് കാണുന്നുണ്ട്. അതുപോലെ തന്നെ ഓവുലേഷൻ ഉണ്ടെങ്കിലും ട്യൂബിൽ ബ്ലോക്ക് ഉള്ള കാരണം ഇവിടെ ഇത് വരുന്നില്ല. പലപ്പോഴും ഹോർമോണൽ ഒരു ഇംബാലൻസ് ഉള്ള കാരണം പ്രോപ്പർ ഓവുലേഷനും ഇതൊക്കെ നടക്കുന്നുണ്ട്, ഇംപ്ലാന്റേഷൻ നടക്കുന്നില്ല. അങ്ങനെയായിട്ട് ഒരുപാട് കാരണങ്ങൾ. പക്ഷെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പിന്നെ കാണുന്ന ഒരു കോംപ്ലിക്കേഷൻ ഇൻട്രായൂട്രൽ ഗ്രോത്ത് റിട്ടാർഡേഷൻ ആണ്. അതായത് പ്ലാസന്റ് പ്രോപ്പറായിട്ട് ഫോം ചെയ്യാതിരിക്കുക, പ്ലാസന്റ് കുട്ടിക്ക് ആവശ്യമായ ഫുഡ് സപ്ലൈ കിട്ടാതിരിക്കുക, സൈസ് കുറയുക, വെയിറ്റ് കുറയുക, അങ്ങനെയുള്ള പ്രശ്നങ്ങളാണ് നമ്മൾ പുതിയ കാലത്തെ ഒരു പ്രശ്നമായിട്ട് കൂടുതലായി തോന്നുന്നു. പണ്ടത്തെ കാലത്ത് ഇത്രയും IUGR പേഷ്യൻസ് ഉണ്ടായിരുന്നില്ല. ഇപ്പോഴത്തെ കാലത്ത് IUGR വളരെ കൂടുതലായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഡോക്ടർ, ഈ ഇലാസ്റ്റോഗ്രാഫി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇലാസ്റ്റോഗ്രാഫിയും ഫാറ്റ് ക്വാണ്ടിഫിക്കേഷനും വളരെ റീസെന്റ് ആയിട്ട് ഡെവലപ്പായി വന്ന രണ്ട് ടെക്നിക്കുകളാണ്. അതായത് നമ്മളൊരു വസ്തുവിനെ നമ്മൾ കൈയോട് തൊട്ട് നോക്കുന്ന സമയത്ത് അത് ഹാർഡാണോ സോഫ്റ്റ് ആണോ എന്ന് അറിയുന്ന ടെക്നിക്ക് നമ്മൾ ഒരു യന്ത്രം ഉപയോഗിച്ചിട്ട് സൗണ്ട് വേവ്സ് ഉപയോഗിച്ചിട്ട് സ്കാനിങ് ടെക്നിക്ക് ഉപയോഗിച്ച് അറിയുന്ന ഒരു ടെക്നിക്കാണ് ഇലാസ്റ്റോഗ്രാഫി. ഇത് നമുക്ക് നമ്മൾ കൈ ഉപയോഗിച്ച് നമ്മൾ ടച്ച് ചെയ്ത് അറിയുമ്പോൾ നമുക്ക് അതിനെ ക്വാണ്ടിഫിക്കേഷൻ ചെയ്യാൻ സാധ്യമല്ല. പക്ഷെ നമ്മൾ ഇലാസ്റ്റോഗ്രാഫി ഉപയോഗിക്കും ഇത്ര സ്റ്റാൻഡേർഡ് ഒരു എമൗണ്ട്, ഒരു വാല്യൂ, ഫിക്സഡ് വാല്യൂ നമുക്ക് അതിൽ കിട്ടും. അതായത് നമ്മൾ അൾട്രാസൗണ്ട് പ്രോബിന്ന് ഒരു വൈബ്രേഷൻ നമ്മളെ ബോഡിയിലേക്ക് അയക്കുന്നു. ആ വൈബ്രേഷൻ നമ്മുടെ ബോഡി കൂടി കടന്നു പോകുമ്പോൾ നമ്മുടെ ബോഡിയിലുള്ള അവയവങ്ങൾക്ക് ഉണ്ടാകുന്ന ചുരുക്കം, കംപ്രഷൻ, അത് അളന്നിട്ട് എടുക്കുന്ന ഒരു ടെക്നിക്കാണ് ഇലാസ്റ്റോഗ്രാഫി. അതിൽ നമ്മൾ ലിവറിൽ കൂടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഇത് കടത്തി വിടുമ്പോൾ നമ്മൾ സിറോസിസോ ഫൈബ്രോസിസോ ഉള്ള ലിവർ ആണെന്നുണ്ടെങ്കിൽ അത് ഹാർഡാവും.
അപ്പൊ പ്രോപ്പർ ആയിട്ടുള്ള ലിവറിനെ അപേക്ഷിച്ചിട്ട് സ്പോഞ്ച് എഫക്ട് ഇല്ലാത്ത, അതായത് കുറച്ചുകൂടി ഹാർഡ് ആയിട്ടുള്ള ലിവറിനെ നമുക്ക് തിരിച്ചറിയാൻ പറ്റും. ഒരു പക്ഷേ LFT ചേഞ്ച് വരുന്നതിന് മുൻപ് ഒരു ലിവറിൽ ഏർലി സിറോസ് അല്ലെങ്കിൽ ഫൈബ്രോസ് വരുന്നതുകൊണ്ട് നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. ഈ ഇതേ ടെക്നിക്ക് നമുക്ക് തൈറോയിഡില് ഒരു ആൾക്ക് മൾട്ടി നോഡുകൾ പോയിട്ടുണ്ടെന്ന് വിചാരിക്കുക, ഒരു 10, 25, 30 മഴകൾ ഉണ്ടാവും. അതിൽ ഏറ്റവും ഹാർഡായിട്ടുള്ള മഴ, അതിലാണ് ഏറ്റവും ആദ്യം ക്യാൻസർ വരാനുള്ള സാധ്യത. അപ്പൊ ആ മഴ ഏതാണ് നമ്മൾ തപ്പി നോക്കി കഴിഞ്ഞാൽ മുകളിലുള്ള മഴ നാലെണ്ണം കിട്ടുമായിരിക്കും. ഒരു ഡീപ്പായിട്ടുള്ള മഴയിൽ ഹാർഡായിട്ടിരിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ അതിന് എന്ത് ചെയ്യണം, ബയോപ്സി എടുത്തിട്ട് പ്രോബ്ലം ഇല്ലെന്ന് ഉറപ്പ് വരുത്തണം. അതിന് ഒരു 6 മാസം കഴിഞ്ഞ് വീണ്ടും ഫോളോ അപ്പ് ചെയ്യണം. അങ്ങനെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന ടെക്നിക്കാണ് ഇലാസ്റ്റോഗ്രാഫി. അതുപോലെ ബ്രസ്റ്റിലെ മഴകൾ ചിലപ്പോൾ ഒരു 10, 4, 5 മഴകളുള്ള ഉണ്ടാവും. പലപ്പോഴും മഴ ഉണ്ടാവും, പക്ഷെ സർജറിന്റെ സ്കാർ മേടിച്ചിട്ട് ചിലപ്പോൾ ആളുകൾ നീട്ടി വെക്കുന്നുണ്ടാവും. പക്ഷെ അത് ഇലാസ്റ്റോഗ്രാഫി നമ്മൾ ചെയ്തു നോക്കുമ്പോൾ നല്ല ഹാർഡാണ്, ബുദ്ധിമുട്ടുള്ള മഴയാണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മളതിനെ എന്ത് ചെയ്യണം, സർജറി ചെയ്ത് മാറ്റണം. അതുപോലെ നമ്മുടെ സർവിക്സില്, പ്രോസ്റ്റേറ്റില് ഒക്കെ ഹാർഡായിട്ടുള്ള നൊഡ്യൂൾസ് ഉണ്ടെന്നുണ്ടെങ്കിൽ കണ്ടെത്താൻ സഹായിക്കുന്ന ടെക്നിക്കാണ് ഇലാസ്റ്റോഗ്രാഫി. അതിന്റെ കൂടെ ലേറ്റസ്റ്റ് ആയിട്ട് ഫാറ്റ് ക്വാണ്ടിഫിക്കേഷൻ കൂടി ചേർത്തിട്ടാണ് നമ്മൾ ലിവറിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്.